വെൽക്കം യു ടു മൈ പ്രോ ലേൺ ഹബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CMS ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റി ലോയിനകത്തുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് ബേസിസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പം ഇതിനകത്ത് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സെക്യൂരിറ്റി മാർക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്, സെക്യൂരിറ്റി മാർക്കറ്റ്. അപ്പം ഈ ഒരു എൻ്റയർ ചാപ്റ്ററിനകത്തുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു രാജ്യം തന്നെ റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഫിനാൻസ് എന്ന് പറഞ്ഞ ഫാക്ടർ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഫിനാൻസ് രാജ്യം റൺ ചെയ്യണമെങ്കിൽ ഫിനാൻസ് എന്തായാലും നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഫിനാൻസ് റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം വേണം. ഫിനാൻസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെങ്കിൽ നമ്മളിപ്പം ബാങ്കിൻ്റെ ആണെങ്കിൽ തന്നെ ബാങ്ക് ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഇപ്പോൾ ലോൺ തരുന്നതാണെങ്കിൽ തന്നെ പല ആൾക്കാർ ബാങ്ക് തന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്കത് ബാങ്ക് സർക്കുലേറ്റ് ചെയ്ത് നമുക്ക് ലോണായിട്ട് തരുന്നത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടൊരു ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മുടെ രാജ്യത്തിന് വേണം. ഫിനാൻഷ്യൽ സിസ്റ്റം പ്രോപ്പറായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് വേണം. ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്താണ് എന്ത് നമ്മൾ നടത്തുന്നത്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം ഒരു കൺട്രിക്ക് പ്രോപ്പറായിട്ട് സ്ട്രോങ് ആവണമെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനിട്ട് പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കണം. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്തായിരിക്കും. മാർക്കറ്റ് ഒരു പ്ലേസ് ആയിരിക്കും, അവിടെയാണ് നമ്മൾ ബൈങ്ങും സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എൻ്റയർ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇത് മൊത്തം പറയുന്നത് എന്താണ്? ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് എൻ്റയർ ആയിട്ട് ഈ ചാപ്റ്ററിനെ പറ്റി ജനറലി ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യയിനകത്തുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് തന്നെ മെയിനായിട്ട് നമ്മളാണെങ്കിൽ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ്, രണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, മൂന്ന് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്തായിരിക്കും എന്ത്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് നടക്കണമെങ്കിൽ ആര് വേണം? പാർട്ടിസിപ്പൻസ് വേണം, ആൾക്കാർ വേണം. അതിന് നമ്മളെന്ത് പറയും? ഫിനാൻഷ്യൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയും. അപ്പോൾ എന്തൊരു ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്? ഇൻസ്ട്രുമെന്റ്സ് റേസ് ചെയ്തിട്ടായിരിക്കും. നമുക്ക് ഫണ്ടാണല്ലോ വേണ്ടത്. ഇപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം പ്രോപ്പറായിട്ട് അവിടെ വേണം. വർക്ക് ചെയ്യണമെങ്കിൽ, സ്ട്രോങ് ആവണമെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് വേണം. ആ മാർക്കറ്റിൽ പ്രോപ്പറായിട്ടാണെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കണം. ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഇൻസ്ട്രുമെന്റ്സിലൂടെ ആയിരിക്കണം. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സിലൂടെ ആയിരിക്കണം. പക്ഷേ ആ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി ആര് വേണം? പാർട്ടിസിപ്പൻസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൻ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ആണെങ്കിൽ മെയിനായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്, എവിടെയാണോ നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടത്തുന്നത്, ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ഈ ട്രാൻസാക്ഷൻ ഏർപ്പെടുന്ന ആൾക്കാർ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് വഴിയാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഇതാണ് ഈ എൻ്റയർ ചാപ്റ്ററിനകത്ത് നമ്മൾ പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ ഞാനിത് പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ ഇടുന്നത്. നമ്മൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും എൻ്റയർ ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഫിനാൻഷ്യൽ സിസ്റ്റം, ഓക്കെ, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്തുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് മെയിനായിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. ബാക്കിയെല്ലാം അടുത്ത പാർട്ടിലായിരിക്കും മെയിനായിട്ട് വരുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റാണ് ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നെന്താ? മണി മാർക്കറ്റും, ഒന്നെന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റും. ക്യാപിറ്റൽ മാർക്കറ്റ് വിച്ച് മീൻസ് സെക്യൂരിറ്റി മാർക്കറ്റ്. ഓക്കെ, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഷോർട്ട് ടേം ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഫണ്ട് റേസ് ചെയ്യുക. ഷോർട്ട് ടേം ആവശ്യത്തിന് വേണ്ടി നമുക്ക് പൈസ വേണം. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുക, ചെറിയ ചെറിയ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ലോൺ എടുക്കുക. മനസ്സിലില്ലേ? ഷോർട്ട് ടേം നീഡ്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫണ്ട് ആവശ്യത്തിനാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നതാണെങ്കിൽ 1 day to 1 year ആയിരിക്കും. 1 day എന്ന് വെച്ചാൽ 1 year വരെ ആയിരിക്കും മാക്സിമം അതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ്. അതിന് മുമ്പ് നമ്മളത് എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പറായിട്ട് അത് അടച്ചു തീർക്കണം. അതാണ് മണി മാർക്കറ്റ് എന്നാൽ 1 വർഷമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മണി മാർക്കറ്റ്. ഓക്കെ, അതായത് ഫണ്ട് റേസ് ചെയ്യുന്ന രീതിയാണ് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ 1 വർഷം വരെയാണെന്ത് നമ്മുടെ ആ ഒരു പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനുള്ളിലുള്ള ഇതാണ് ട്രാൻസാക്ഷൻ നടത്തുന്ന മാർക്കറ്റാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്യാപിറ്റൽ മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേനും അവിടെയാണ് നമ്മൾ മെയിനായിട്ട് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും ഉള്ളത്. ഒന്നോടെ ഞാൻ പതുക്കെ പറയാം. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് മണി മാർക്കറ്റ്, ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് മനസ്സിലായില്ലേ? കാലാവധി 1 വർഷം വരെ ആയിരിക്കും. ആ ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് വേണ്ടി നമുക്ക് ഫണ്ട് നമ്മൾ റേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അതിന് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തായിരിക്കും? കുറച്ചുകൂടി ലിക്വിഡിറ്റി ഭയങ്കര കൂടുതലാണ്. പെട്ടെന്ന് നമുക്ക് ഫണ്ട് പെട്ടെന്ന് ഇമീഡിയറ്റ്ലി കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായി? അതാണ് മണി മാർക്കറ്റ്. നേരെ മറിച്ച് ക്യാപിറ്റൽ മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ അത് 1 വർഷത്തിൽ കൂടുതലുള്ള
ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു വർഷത്തെ കൂടുതലുള്ള കേസിലാണെങ്കിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ വരുന്നതാണ് എന്ത് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് എന്ന് പറയുന്ന സാധനമാണെങ്കിൽ ആരാ റെഗുലേറ്റ് ചെയ്യുന്നത്? RBI ആണ്. ഓക്കെ, RBI ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ നിന്നാണ് മോണിറ്ററി പോളിസീസ് ഒക്കെയാണ് മെയിനായിട്ട്. മോണിറ്ററി പോളിസീസ് ഒക്കെ നോക്കിയിട്ടാണ് മണി മാർക്കറ്റിനകത്തുള്ള ഇൻസ്ട്രുമെന്റ്സ് തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. മോണിറ്ററി പോളിസി ആരാ ഉണ്ടാക്കുന്നത്? RBI ആയിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കംപ്ലീറ്റ് ചെയ്യുന്ന റെഗുലേറ്റർ ആരായിരിക്കും? സെബി ആയിരിക്കും. ക്യാപിറ്റൽ മാർക്കറ്റ് സെക്യൂരിറ്റി മാർക്കറ്റ് സെബി ആയിരിക്കും. ഓക്കെ, ഇതാണ് മെയിൻ കാര്യം. ഇനി അടുത്ത പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ മാർക്കറ്റിനെ മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിനെ മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. എന്താണ്? പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കമ്പനി അവരുടെ ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യമായിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു. വിച്ച് മീൻസ് IPO എന്ന് പറയും, ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്. കമ്പനി ആദ്യമായിട്ട് പബ്ലിക്കിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ അതിനെന്ത് പറയും? നമ്മൾ ഈ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും. അവിടെ ആരായിരിക്കും പാർട്ടീസ്? ആരൊക്കെ ആയിരിക്കും വരുന്നത്? കമ്പനിയുമായും ഇൻവെസ്റ്ററും വരും. അത് വരും, കമ്പനിയും വരും, ഇൻവെസ്റ്ററും വരും. ഓക്കെ, നേരെ മറിച്ച് ഈ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി മാർക്കറ്റ് ആണെങ്കിൽ, ഓക്കെ, സെക്കൻഡറി മാർക്കറ്റ് ആണെങ്കിൽ അവിടെ എന്താണ്, അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള സംഭവമുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയാലോ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്താണ് ഈ പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്താണ് അവിടെ ഷെയർസ് കൂടുതലും ട്രേഡ് നടക്കുന്നത്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവിടെയാണ് നമ്മൾ NSE ഉണ്ട്, BSE ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന NSE അല്ലെങ്കിൽ BSEയിലാണെങ്കിൽ കമ്പനി ഓൾറെഡി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്ത് കാണുമല്ലോ. ലിസ്റ്റഡായിട്ട് ഓൾറെഡി കടക്കുമായിരിക്കുമല്ലോ കമ്പനീൻ്റെ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഈ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് പറയും? ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയുക? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, അതായത് ഓൾറെഡി കമ്പനി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ട്രേഡ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. പക്ഷേ എന്താണ് അവിടെ, എന്താണ് ഇതിന്റെ പർപ്പസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു. ഞാനിപ്പോൾ റിലയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ടാറ്റ എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു പൈസ. അപ്പോൾ എനിക്കൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനുമാണെങ്കിൽ, അല്ലെങ്കിൽ ഷെയർസ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനുമാണെങ്കിൽ എനിക്കാണെങ്കിൽ പൈസേൻ്റെ ഒരു ആവശ്യം വന്നു. എനിക്ക് ആ പൈസേൻ്റെ ആവശ്യം വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ നേരെ ആണെങ്കിൽ ഈ കമ്പനിയിലോട്ട് പോയി. കമ്പനിയോട് പറഞ്ഞു, കമ്പനി ഞാൻ ഇതുപോലെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു സഡനായിട്ട് എനിക്ക് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾ പൈസ തരാൻ പറഞ്ഞു. അപ്പോൾ കമ്പനി ചോദിക്കുക, നിങ്ങൾ ആരാ എന്താന്നുള്ള രീതി നമ്മളോട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളെ കണ്ട് പരിചയം പോലും കാണിക്കാത്ത രീതി ഇരിക്കാന്നിരിക്കുക. അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോഴത്തേനും എന്താണ്, അവിടെ ഒരു ഇൻട്രസ്റ്റിനെ അത് ബാധിക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കമ്പനി പറയും, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഓൾറെഡി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഇതിനു മുമ്പ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ഓൾറെഡി പബ്ലിക്കിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് എടുത്തു എന്നാണെങ്കിൽ എന്ത് ചെയ്യുക? ഷെയർസ് പർച്ചേസ് ചെയ്യുക. ഷെയർസ് നിങ്ങൾ അവരോട് ട്രാൻസാക്ഷനിലോട്ട് ഏർപ്പെടുക. എന്നിട്ട് അവിടുന്ന് ഫണ്ട് റേസ് ചെയ്യുക. അതായത് കമ്പനി ആണെങ്കിൽ ഇപ്പം ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ IPO എന്നുള്ള രീതിയിൽ. അതായത് ഓൾറെഡി നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ്. അപ്പം പെട്ടെന്ന് പബ്ലിക്കിനാണെങ്കിൽ പൈസേൻ്റെ ആവശ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് സെക്കൻഡറി മാർക്കറ്റിലൂടെ നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സോട് എന്ത് ചെയ്യുക? ട്രേഡ് നടത്തുക. ഈ ട്രേഡ് നടത്തുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വേണ്ടേ നടുക്ക്? ചുമ്മാ ഇൻവെസ്റ്റേഴ്സും ട്രേഡ് നടത്തി കഴിഞ്ഞാൽ ഫ്രോഡ് നടത്താനുള്ള ചാൻസ് എന്താ? കൂടുതലാണ്. മനസ്സിലായില്ലേ? കമ്പനിയെ സംബന്ധിച്ച് ഫ്രോഡ് നടത്തി കഴിഞ്ഞാൽ സെബി അവിടെ ഇടപെടും. അതേ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ട്രേഡ് നടത്തുമ്പോഴത്തേനാണെങ്കിൽ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ വേണമല്ലോ. അപ്പോൾ സെബിയിൽ എന്ത് ചെയ്യും? രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇന്റർമീഡിയറീസ് ആണെങ്കിൽ മിഡിൽ മാൻ ആയിട്ട് നിൽക്കും. എന്നിട്ട് അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ് നടത്തുന്നത്. മനസ്സിലായില്ലേ? സ്മൂത്ത് ആയിട്ട് നടത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരെ നമ്മൾ എന്ത് പറയും? മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ബ്രോക്കറിനെയാണ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എൻ്റയർ ആയിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ ചാപ്റ്റർ എൻ്റയർ ആയിട്ട് പഠിക്കുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ തന്നെയാണെങ്കിൽ മെയിനായിട്ടാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്താണെങ്കിൽ മെയിനായിട്ടാണെങ്കിൽ പറയുന്നതാണ് 3 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് 3 ലെവലിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ്, 2 ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, 3 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സ്ഥലം, മാർക്കറ്റ് ഇവിടെ. ഓക്കെ, നമ്മുടെ സാധനങ്ങൾ വിൽക്കുക വാങ്ങുക എന്ന് പറയത്തില്ല, അതേപോലെ ഷെയർസ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ വാങ്ങിക്കുക വിൽക്കുക ചെയ്യുമ്പോഴാണ് എന്ത് പറയുന്നത്? അവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻസ്ട്രുമെന്റ്സ് തമ്മിൽ ട്രേഡ് നടത്തണമെങ്കിൽ അവിടെ ആര് വേണം? അവിടെ പാർട്ടിസിപ്പൻസ് വേണം. ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് വേണം. അതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞല്ലോ. ഇനി അതുപോലെ തന്നെയാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ തന്നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്?
പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് പറയുക, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി ആണെങ്കിൽ ഓൾറെഡി ആണെങ്കിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ആണെങ്കിൽ, ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ്, ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ആണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരെ ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ട്രേഡ് നടത്തുന്നതിന് എന്ത് പറയുന്നത്, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി തന്നെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ ഫണ്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ്, ഇന്റർമീഡിയറി ഇല്ലാത്തതുകൊണ്ട് പ്രൈസിനെ അത് ബാധിക്കത്തില്ല. ഞാൻ നേരത്തെ ഇന്നലത്തെ ക്ലാസ്സിന് അത് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പം പ്രൈസിന്, അതായത് പ്രൈസ് എക്സസീവായിട്ട് വരത്തില്ല, അത് കമ്മീഷൻ ഒന്നും കയറി വരത്തില്ല. പക്ഷെ മറ്റേ കേസിലാണെങ്കിൽ ബ്രോക്കറേജിനാണെങ്കിൽ ബ്രോക്കറേജ് ചാർജസ് ഉണ്ട്, ബ്രോക്കറിന്റെ കമ്മീഷനൊക്കെ കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം അടുത്തത് മെയിനായിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് ബേസിക് ആയിട്ട് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയിട്ട് എന്താണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ഫംഗ്ഷൻസിനെ ആണ് പറയുന്നത്. ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് പറയുന്നത്. ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനും ആണെങ്കിൽ ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റിന് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് സെയിം ആണ്. കാരണം രണ്ടിന്റെ പർപ്പസ് എന്താ, ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ, ഫണ്ട് റേസ് ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻസ് റേസ് ചെയ്യുക, കൺട്രി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻസ് റേസ് ചെയ്യുക. മനസ്സിലായില്ലേ, ഇപ്പം നമ്മൾ ഈ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നില്ലേ, ബാങ്കിൻ്റെതായിട്ടുള്ള മോണിറ്ററി പോളിസീസ് കാണത്തില്ലേ, ഈ മോണിറ്ററി പോളിസീസ് ആരാ ഉണ്ടാക്കുന്നത്, RBI ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് പറയും, അത് അവിടെയാണ് മെയിനായിട്ട് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെബിൻ്റെ ആയിട്ടുള്ള റെഗുലേഷൻസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഷെയർസ് ട്രേഡ് ചെയ്യുമ്പോഴത്തേനും അവരവിടെ നോക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഫംഗ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാം. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് മൊബിലൈസേഷൻ ആൻഡ് ചാനലൈസേഷൻ ഓഫ് സേവിങ്സ് ഇൻ ദി മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസസ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന നമുക്കറിയാം, ഇപ്പോൾ എനിക്കാണെങ്കിൽ പൈസേൻ്റെ ആവശ്യമുണ്ട്, ഓക്കെ, എനിക്ക് പൈസേൻ്റെ ആവശ്യമുണ്ട്. വേറൊരാൾക്ക് പൈസ എന്താണ്, വേറൊരാൾക്ക് ധാരാളം പൈസയുണ്ട്, വേറൊരു വ്യക്തിക്കാണെങ്കിൽ ഇപ്പോൾ ധാരാളം പൈസ ഉണ്ടെന്ന് ഇരിക്കുക. അപ്പോൾ ആ പൈസ എനിക്ക് തരണം, മനസ്സിലില്ല, ആ പൈസ എനിക്ക് അങ്ങനെ ചുമ്മാ തരാൻ പറ്റുമോ, ഇല്ല. എന്താണ്, അതായത് സർപ്ലസ് ആയിട്ട് പൈസ ഉള്ളൊരു വ്യക്തി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യണം, ഒരു ട്രാൻസാക്ഷൻസ് നടത്തണം. മനസ്സിലായില്ലേ, ഇപ്പോൾ എനിക്ക് വേണ്ടത് പൈസയാണ്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ട ഷെയർ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഷെയർ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കും. അവന് വേണ്ടത് എന്താ, ഷെയറാണ്. എനിക്ക് വേണ്ടത് എന്താ, പൈസ. അവൻ്റെ കയ്യിൽ എന്തുണ്ട്, പൈസയുണ്ട്. എൻ്റെ കയ്യിൽ എന്തില്ല, പൈസയില്ല. എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഷെയർ ഉണ്ട്. അവൻ്റെ കയ്യിൽ എന്തില്ല, ഷെയർ ഇല്ല. അപ്പം മനസ്സിലായി, അത് പൈസ ഉള്ളവൻ്റെ കയ്യിൽ നിന്നും പൈസ ഇല്ലാത്തവനിലോട്ട് എത്തണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു കടമ്പയുണ്ട്. അത് പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ സിസ്റ്റം സ്ട്രോങ് ആക്കുന്നത്. മനസ്സിലായില്ലേ, അത് പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് മൊബിലൈസേഷൻ മൂവ്മെന്റ് നടത്തുക, ആൻഡ് ചാനലൈസേഷൻ, എന്താണ്, പ്രോപ്പർ ചാനൽ വഴി പോവുക. ഓക്കെ, ഓഫ് ഫണ്ട്സ് ഇൻ മോസ്റ്റ് പ്രൊഡക്റ്റീവ് വേയിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഫണ്ട് എന്ത് ചെയ്യുക, മൂവ്മെന്റ് നടത്തുക, ഫണ്ട് പ്രോപ്പറായിട്ട് ഫ്ലോയിങ് നടത്തുക, അതുപോലെ തന്നെ പ്രോപ്പർ ചാനൽ വഴി ഈ സാധനം പോവുക. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, എപ്പോഴും സെക്യൂരിറ്റീസിന്റെ പ്രൈസ്, ഓക്കെ, നമ്മുടെ സെക്യൂരിറ്റി സ്റ്റോക്ക് മാർക്കറ്റ് പറയുമല്ലോ, സെക്യൂരിറ്റീസിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ, നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ മാർക്കറ്റ്, സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സെക്യൂരിറ്റീസിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായില്ലേ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ളത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ലിക്വിഡിറ്റി ടു ട്രേഡബിൾ അസറ്റ്സ് ബൈ ഫെസിലിറ്റേറ്റിംഗ് ദി എക്സ്ചേഞ്ച് ആസ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ റെഡിലി സെൽ their securities and convert into assets. അതായത് സെക്യൂരിറ്റീസിനെ അല്ലെങ്കിൽ അസറ്റിനെ ആണെങ്കിൽ പെട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് ക്യാഷ് ആക്കാനുള്ള ഒരു ലിക്വിഡിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ, അതാണ് എന്ത് പറയുന്നത്, അതാണ് മെയിനായിട്ട് പറയുന്ന മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ് ബൈ പ്രൊവൈഡിങ് വാല്യുബിൾ ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതായത് എന്താണ്, പ്രോപ്പറായിട്ട് ഉള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് ഇൻഡെക്സ് നോക്കത്തില്ലേ, സ്റ്റോക്ക് മാർക്കറ്റിന് ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ അറിയാൻ പറ്റും, കമ്പനീസിന്റെ പെർഫോമൻസ് അറിയാൻ പറ്റും. കമ്പനീൻ്റെ ഇപ്പം ഇന്ന് കമ്പനീൻ്റെ ഷെയർസിൻ്റെ എത്രയാണ് വില, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് അവർ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് അസറ്റ് വിത്തൗട്ട് ഫിസിക്കൽ ഡെലിവറി. അതായത് ഇപ്പോഴാണെങ്കിൽ കൂടുതലും ഫിസിക്കലായിട്ട് ട്രാൻസാക്ഷൻസ് അല്ല, ഇപ്പം എല്ലാം ഡിജിറ്റൽ ലെവലിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്. മനസ്സിലായി. ഷെയർസ് ആണെങ്കിൽ ഇലക്ട്രോണിക്കലി, അല്ലാതെ പണ്ട് പോലെ ഫിസിക്കലായിട്ടല്ല. അതിനാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്.
ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്താണെങ്കിൽ മെയിനായിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മൊബൈലൈസേഷൻ, ചാനലൈസേഷൻ, ഫണ്ട്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടും പ്രോപ്പറായിട്ട് ഒരു സർക്കുലേഷൻ വേണ്ടി സാധനമാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേനും ആണെങ്കിൽ എന്താണ് പറയുക, സെക്യൂരിറ്റീസിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി, ഇപ്പം ക്യാപിറ്റൽ മാർക്കറ്റ് സെക്യൂരിറ്റി മാർക്കറ്റിനകത്താണെങ്കിൽ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നെന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന റെഡ്യൂസസ് കോസ്റ്റ് ബൈ പ്രൊവൈഡിങ് വാല്യുബിൾ ഇൻഫോർമേഷൻസ്. അതായത് കുറച്ച് നമുക്ക് പെട്ടെന്ന് ഇൻഫോർമേഷൻസ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്, മനസ്സിലായില്ലേ? അതായത് ഇപ്പം ഏതാണ് പബ്ലിക്കിനെ അറിയിക്കണം എന്തൊരു കാര്യം, നമ്മുടെ മോണിറ്ററി ഇപ്പം RBIയിലെ മോണിറ്ററി പോളിസീസ് മാറി, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്തെങ്കിലും ഒരു കമ്പനീസ് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു, എന്ത് കാര്യമാണെങ്കിലും എന്ത് ചെയ്യണം, കമ്പനിയെ അറിയിക്കണം. ഇപ്പം മോണിറ്ററി പോളിസീസിനെ സംബന്ധിച്ചാണെങ്കിൽ അല്ലെങ്കിൽ മണി മാർക്കറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ RBI നോക്കും ഇവന്മാർ ബാങ്ക്സ് പ്രോപ്പർ ആയിട്ടാണെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെ പബ്ലിക്കിനെ അറിയിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നോക്കും. ഓക്കെ, എന്നാൽ മാത്രമേ ഗവൺമെന്റ് ബാങ്കിനെ അവിടെ റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കേസിൽ ആര് നോക്കും, സെബി നോക്കും. സെബി ആണെങ്കിൽ എന്ത് പറയും, ഈ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുള്ളൂ, പ്രോപ്പറായിട്ട് പബ്ലിക്കിനെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ടോ, പബ്ലിക്കിനെ അറിയിക്കണം. ആ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിയിക്കണമെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടൊരു ഫിനാൻഷ്യൽ സിസ്റ്റം വേണം. വേണമെങ്കിൽ പ്രോപ്പറായിട്ടൊരു റെഗുലേറ്റർ വേണം. ആ റെഗുലേറ്റർ ആണ് ഇവിടെ മെയിനായിട്ട് RBIയും സെബിയും പറയുന്നത്. മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മണി മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ RBI, ക്യാപിറ്റൽ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ സെബി. ഇവർ രണ്ടുപേരുമാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ കൺട്രീനെ റൺ ചെയ്യുന്നത്, ഫിനാൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ആണ്, വീണ്ടും ഒരു ഡിഫൈൻ ചെയ്യുകയാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. മണി മാർക്കറ്റ് പറയുന്നുണ്ട്, ഫസ്റ്റ് സെന്റൻസ് നോക്കുക. മണി മാർക്കറ്റ് ഈസ് എ സെഗ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് വെയർ ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ടേക്ക് പ്ലേസ്. ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മണി മാർക്കറ്റിനെ ഇത്ര അറിഞ്ഞാൽ മതി. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് മാർക്കറ്റാണ്? ബേസിക്കലി അവിടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്. എത്ര നാളത്തേക്കായിരിക്കും? ഷോർട്ട് ടേം കാലാവധി, എത്ര വർഷം, ഷോർട്ട് ടേം എത്ര നാൾ വരെ, 1 വർഷം വരെയുള്ള ട്രാൻസാക്ഷൻസ്. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? RBI. ഓക്കെ, ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? RBI. ഇപ്പോൾ 1 വർഷം ഇത്ര ഷോർട്ട് ടേം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് ഫണ്ട് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന മണി മാർക്കറ്റ് പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെങ്കിൽ അവിടെ ആര് വേണം? റെഗുലേറ്റർ വേണം. ആര്? RBI. ഓക്കെ, നമ്മൾ മനസ്സിലാക്കണം, മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, ഷോർട്ട് ടേം ഫണ്ട് എത്ര നാളാണ്? മെച്യൂരിറ്റി എത്ര? 1 ഇയർ ആയിരിക്കും. 1 day to 1 year ആണ്. ഈ 1 വർഷത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ക്യാപിറ്റൽ മാർക്കറ്റ് വരും. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് വരും, അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് വരും. ഇവരാരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? സെബിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എൻറ്റയർ കൺട്രീനെ ആണെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന 2 മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് RBIയും സെബിയും. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യുന്ന RBI, മോണിറ്ററി ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യുന്ന സെബി, ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാ? RBI. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള പില്ലേഴ്സ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഇനി ഇത് തന്നെയാണ് അവർ വീണ്ടും ഇതിനെ അടുത്ത പറയുന്നത് എന്താണ്? നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താ സംഭവം എന്നുള്ളത്, ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും 2 ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ് എന്ത്? ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും. നെക്സ്റ്റ് പറയുന്നത് നീഡ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്, നീഡ് ഫോർ ക്യാപിറ്റൽ മാർക്കറ്റ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം സാധനം തന്നെയാണ് ഇവർ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ നീഡ് എന്തായിരിക്കും? മെയിനായിട്ട് നമുക്ക് പറയുന്നതാണ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എഫിഷ്യൻസി കൺട്രോൾഡ് ടു ചാനൽ ആൻഡ് മൊബൈലൈസ് ഫണ്ട്സ് എന്റർപ്രൈസസ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ്. അതായത് സെയിം സാധനം, അത് മൊബൈലൈസിങ് ആൻഡ് ചാനലൈസിങ് ഫണ്ട്സ് എന്താണ്? ഫണ്ട് മെയിനായിട്ട് പ്രോപ്പർ ആയിട്ടാണെങ്കിൽ ഒരു പ്രോപ്പർ ചാനൽ വഴി ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അത് രണ്ടിൻ്റെ പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കണം. മണി മാർക്കറ്റ് ആണെങ്കിലും ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിലും രണ്ടിൻ്റെ പർപ്പസ് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2 കേസിനും ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഫ്ലോ നടത്തിയാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം അവിടെ വരത്തുള്ളൂ. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിസ്റ്റം പ്രോപ്പറായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെങ്കിൽ 2 റെഗുലേറ്റേഴ്സാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. മണി മാർക്കറ്റിനകത്താണെങ്കിൽ RBI, ക്യാപിറ്റൽ മാർക്കറ്റിനകത്താണെങ്കിൽ സെബി. അപ്പം ഇതേ സെയിം ഫംഗ്ഷൻസ് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് നീഡ് ഫോർ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഈ സെയിം സാധനം തന്നെ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനില്ല. അത്ര എളുപ്പമുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ നീഡ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഫംഗ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. സെയിം സാധനമാണ്, ടു മൊബൈലൈസ് ദ റിസോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് പറയുക? പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? മൊബൈലൈസ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള മൂവ്മെന്റ് നടത്തുക. ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ പല കമ്പനീസിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യത്തില്ലേ, ആ ഇൻവെസ്റ്റ്മെന്റ്സിന് പ്രോപ്പറായിട്ട് ഒരു ഫ്ലോ കൊണ്ടുവരിക. എന്തിന്? ക്യാപിറ്റൽ മാർക്കറ്റ് കേസ് നമ്മുടെ ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടിയില്ലേ, പല ഷെയർസിൽ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്സിന് പ്രോപ്പറായിട്ട് ഒരു ഫ്ലോ നടത്തുക ഫസ്റ്റ്. രണ്ടാമത്തെ, ടു ഫെസിലിറ്റേറ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുക? ബൈയിങ്ങും സെല്ലിംഗ് നടത്തുക.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ബൈങ്ങും സെല്ലിങ്ങും നടത്തണമെങ്കിൽ അവിടെ ആര് വേണം? ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ് നടത്തുന്നതെങ്കിൽ അവിടെ ഒരു ബ്രോക്കർ വേണം. അതല്ല, കമ്പനീസ് തമ്മിലാണ്, കമ്പനി ഇൻവെസ്റ്റർ തമ്മിലാണ് നടത്തുന്നതെങ്കിൽ അവിടെ ആര് വേണം? അവിടെ മെയിനായിട്ട് അവിടെ നോക്കുന്നതല്ല, സെബിയാണ് കമ്പനി നോക്കുന്നത്. ഈ സെബി ആണെങ്കിൽ കമ്പനി ആണെങ്കിലും ബ്രോക്കർ ആണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ലിസ്റ്റഡ് ആണെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇതാണ് ഇതിന്റെ മെയിൻ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് പറഞ്ഞത്. ഫെസിലിറ്റി, അത് ഈ പറഞ്ഞിരിക്കുന്ന ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞില്ലേ ഫെസിലിറ്റി. അതായത് കമ്പനീൻ്റെ നിങ്ങളിപ്പോൾ പോയി ഷെയർസ് ആണെങ്കിൽ പോയി നിങ്ങൾക്ക് ഫണ്ട്, നിങ്ങൾ നേരത്തെ കമ്പനി IPO ഇഷ്യൂ ചെയ്ത സമയത്ത് നിങ്ങളുടെ ഷെയർസ് ഉണ്ട്, നിങ്ങൾക്ക് അത് വിറ്റ് പൈസ ആക്കണം എന്ന് പറഞ്ഞ് കമ്പനി ചെന്ന് കഴിഞ്ഞാൽ കമ്പനിയിലാണെങ്കിൽ കമ്പനി സമ്മതിക്കുന്നില്ല എങ്കിൽ, ഇപ്പോൾ കമ്പനി ആണെങ്കിൽ പറയാം, നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞുകൂടെന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്പനി ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് കാണും, അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഓൾറെഡി ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് കാണും. ആ ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ നമ്മൾ ട്രേഡ് നടത്താൻ പറ്റും. അതിനാണ് സെക്കൻഡറി മാർക്കറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ് ആണ്. സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സെയിം സാധനം തന്നെ അവർ പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ലിങ്ക് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സേവിങ്സ്. മനസ്സിലായില്ലേ? ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെയും സേവിങ്സിന്റെയും ഒരു ലിങ്ക് ആണെന്ത്? സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഷെയർസ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പൈസയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സേവ് ചെയ്ത് വെക്കും. അത് ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും ആണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൊബൈലൈസ് ആൻഡ് ചാനലൈസിങ് സേവിങ്സ്. നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഫണ്ട് എന്ത് ചെയ്യും? മൊബൈലൈസ് ചെയ്യുന്നു, ചാനലൈസ് ചെയ്യുന്നു. ബാങ്കിന്റെ പരിപാടി ഓർത്താൽ മതി. നമ്മുടെ ബാങ്കിൽ കൊണ്ട് ബാങ്കിന്റെ ആണെങ്കിൽ നമ്മളിപ്പം ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ ചിലപ്പോൾ ബാങ്ക് ആണെങ്കിൽ വേറെ ആർക്കെങ്കിലും ആവശ്യമുള്ള ആർക്ക് എന്ത് കൊടുക്കും? ലോൺ കൊടുക്കും. അപ്പോൾ അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സർക്കുലേഷൻ വരും, മണീൻ്റെ സർക്കുലേഷൻ വരും. ഈ മണി മാർക്കറ്റിനകത്താണെങ്കിലും ക്യാപിറ്റൽ മാർക്കറ്റിനകത്താണെങ്കിലും സർക്കുലേഷൻ വരണമെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം വേണം. ആ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റത്തിനകത്താണെങ്കിൽ ആര് വേണം? ഒരു റെഗുലേറ്റർ വേണം. മണി മാർക്കറ്റിനകത്താണെങ്കിൽ RBI, ക്യാപിറ്റൽ മാർക്കറ്റിനകത്താണെങ്കിൽ സെബി. ഇത് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നത്, ഇതാണ് ഇതിൻ്റെ പക്ക ബേസ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റേറ്റീവ് ആയിട്ട് കാര്യം മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റിൻ്റെയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത്. ഓക്കെ, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനു മുമ്പ് തന്നെ നമുക്കറിയാം, നമ്മൾ സെക്യൂരിറ്റീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. മെയിനായിട്ട് ആരുടെയൊക്കെ സെക്യൂരിറ്റീസ് ആണ്? മെയിനായിട്ട് ആരൊക്കെ ആയിരിക്കും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ? എൻറ്റിറ്റീസ് ആരൊക്കെ ആയിരിക്കും? ഒന്ന് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്, കമ്പനീസ് ഇഷ്യൂ ചെയ്യാറുണ്ട്. രണ്ട്, ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാറുണ്ട്. മൂന്ന്, ഇന്റർനാഷണൽ മാർക്കറ്റ് ഉണ്ട്. മനസ്സിലായി? ഇന്റർനാഷണൽ ആയിട്ടുള്ള വലിയ വലിയ മാർക്കറ്റ്സ് കാണും. ഇവർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റ്, അത് കമ്പനീസ്, അതുപോലെ ഗവൺമെൻറ്, ഇവരൊക്കെ ആയിരിക്കും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേന് പബ്ലിക് പൈസ വരും. ആ പൈസ ആണെങ്കിൽ കമ്പനി ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും പല പല പ്രൊജക്റ്റ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് മനസ്സിലില്ല, അതാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ, ഡിഫറൻസ് ആണ്. ഫസ്റ്റ് പോയിന്റ് പറയുക, പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ്. ഓക്കെ, മാർക്കറ്റ് പ്ലേസ് ഫോർ ഇഷ്യൂയിങ് ഫ്രഷ് സെക്യൂരിറ്റീസ്. ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞു, IPO എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് കമ്പനി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ നമ്മൾ എന്ത് പറയും? IPO എന്ന് പറയും. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കമ്പനിയും ഇൻവെസ്റ്ററും ആയിരിക്കും അവിടുത്തെ ആൾക്കാർ, പാർട്ടീസ് എന്ന് പറഞ്ഞാൽ. അതാണ് ഫസ്റ്റ് കാര്യം പറയുന്നത്. മാർക്കറ്റ് പ്ലേസ് ഫോർ ഇഷ്യൂയിങ് ഫ്രഷ് സെക്യൂരിറ്റീസ്. ഫ്രഷ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് എന്ത്? പ്രൈമറി മാർക്കറ്റ്. അതുകൊണ്ടാണ് കമ്പനി ഇൻവെസ്റ്റർ, മിഡിൽ മാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തില്ല? അവിടെ കമ്മീഷൻ ഇല്ല. ഓക്കെ, രണ്ട്, ഒബ്ജക്റ്റീവ്. ഓക്കെ, അല്ല സോറി, അതിൻ്റെ തന്നെ സെക്കൻഡറി മാർക്കറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. സെക്കൻഡറി മാർക്കറ്റിനകത്താണെങ്കിൽ മാർക്കറ്റ് പ്ലേസ് ഫോർ ട്രേഡിംഗ് ഓൾറെഡി കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്പനി ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ലിസ്റ്റഡ് ആയിട്ട് കമ്പനി ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരികയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡ് നടത്തുന്നതിനാണ് ഇത് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഇവിടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ്. എന്താണ്? ടു റൈസ് ഫണ്ട്സ്. കമ്പനിക്ക് എന്താണ് IPO എന്ന് പറയുന്നത്? കമ്പനിക്ക് പൈസ വേണം. കമ്പനി ഇപ്പോൾ ലിസ്റ്റഡ് ആയി, കമ്പനിക്ക് പൈസ വേണ്ടേ? കമ്പനിക്ക് വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പബ്ലിക്കിൽ നിന്ന് പൈസ വേണം. പബ്ലിക്കിൽ നിന്ന് പൈസ വേണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനിൻ്റെ ഷെയർസ് ആണെങ്കിൽ ലിസ്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ലിസ്റ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ലിസ്റ്റഡ് ആണെങ്കിൽ ലിസ്റ്റിംഗ് എഗ്രിമെന്റ് വേണം കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ പോകുന്നത്. ഓക്കെ, ലിസ്റ്റഡ് ആകുമ്പോഴാണ് അവിടെ LODR റെഗുലേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാലിക്കുന്നത്. ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കേട്ടവർക്ക് അത് മനസ്സിലാവും. ആദ്യം ആ ഒരു ഓവർവ്യൂ കണ്ടിട്ട് ഈ ഒരു ക്ലാസ്സിലോട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വേറൊരു പേര്. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈമറി മാർക്കറ്റിന്റെ വേറൊരു പേരെന്താ? IPO എന്ന് പറയും. ഓക്കെ, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. പബ്ലിക്കിന് ആദ്യമായിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്?
പറഞ്ഞിരിക്കുന്ന പ്രൈമറി മാർക്കറ്റ് എന്ന്. പ്രൈമറി മാർക്കറ്റ് വേറൊരു പേരാണ്, കാരണം കമ്പനി ഇൻവെസ്റ്റർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് എന്താണ് പറയുന്നത്, ഇപ്പുറത്ത് എന്താ പറയുന്നത് അവർ, ഫർദർ പബ്ലിക് ഓഫർ. കമ്പനി ഓൾറെഡി ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ഉണ്ട്. ഓൾറെഡി കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഓൾറെഡി കമ്പനി എന്ത് ചെയ്യുന്നു, ഓൾറെഡി കമ്പനി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് നമ്മൾ ട്രേഡിംഗ് നടത്തുമല്ലോ. അപ്പോൾ അത് നമ്മൾ എന്ത് പറയും, ഫർദർ പബ്ലിക് ഓഫറിങ്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ പർച്ചേസ് സെക്യൂരിറ്റീസ് ഡയറക്ട്ലി ഫ്രം ദ കമ്പനി. കമ്പനീൻ്റെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം, സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാം. അതാണ് ഞാൻ IPO എന്ന് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്ത് പറയുന്നത് എന്താണ്, അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരെ ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസിംഗ് ആണ്. പ്രൈമറി മാർക്കറ്റ് പ്രൊവൈഡ്സ് ഫണ്ട്സ് ടു ന്യൂ ആൻഡ് ഓൾഡ് കമ്പനീസ് ഫോർ ദർ എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. നിങ്ങൾക്കറിയാം, അതായത് കമ്പനിക്ക് കൂടുതൽ ലാർജ് ലെവലിൽ ഫണ്ട് കിട്ടണമെങ്കിൽ പ്രൈമറി മാർക്കറ്റിലേ പറ്റത്തുള്ളൂ. കാരണം സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. കമ്പനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. എന്താണ്, കമ്പനീൻ്റെ ഷെയർസ് ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ട്രേഡ് നടത്തുന്നത്. അവിടെ കമ്പനിക്ക് ഗുണമുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ എന്താണ്, ഇവിടെ കമ്പനിക്ക് എന്താ ഗുണം? കാരണം കമ്പനിക്ക് എന്തെങ്കിലും കാരണവശാലാണെങ്കിൽ ഷെയർസിന്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ ഫണ്ടിന്റെ പബ്ലിക്കിൽ കൊടുക്കാൻ പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ വരുമ്പം ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ ട്രേഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതാണ് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശം. അതുകൊണ്ടാണ് സെക്കൻഡറി മാർക്കറ്റ് വരാനുള്ള റീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈമറി മാർക്കറ്റ് ആണെങ്കിൽ ലാർജ് ലെവൽ എക്സ്പാൻഷനിലോട്ട് വരാൻ വേണ്ടി തന്നെയാണെങ്കിൽ അതിനാണ് നമ്മൾ IPO ചെയ്യുന്നത്. വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് പൈസ നമുക്ക് കിട്ടും എക്സ്പാൻഷനും ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ടിയിട്ട്, കമ്പനിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പുറത്താണെങ്കിൽ എന്താണ് പറയുന്നത്, ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഫണ്ടിങ് ടു കമ്പനീസിന് ഫണ്ടിങ് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ കമ്പനിക്കൊന്നും ബെനിഫിറ്റ് ഇല്ല, ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. അതുകൊണ്ട് കമ്പനിക്കൊന്നും ഇല്ല അവിടെ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പാർട്ടീസ് ടു ട്രാൻസാക്ഷൻസ്. ആരൊക്കെയാണ് പ്രൈമറി മാർക്കറ്റിനകത്ത് ആരൊക്കെയായിരിക്കും വരുന്നത്? നിങ്ങൾ ഓർത്ത് നോക്കുക, കമ്പനിയും ഇൻവെസ്റ്ററുമാണ് പാർട്ടീസ്. അപ്പം അങ്ങനെയാണെങ്കിൽ സെക്രട്ടറി മാർക്കറ്റിനകത്ത് ആര് വരും? ഇൻവെസ്റ്ററും വരും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, കമ്പനി ഇൻവെസ്റ്റർ വരുമ്പോൾ അവിടെ ഒരു മിഡിൽ മാൻ ഇല്ല. ഇൻവെസ്റ്റർ വരുമ്പോൾ ഒരു മിഡിൽ മാൻ വരും. മെയിനായിട്ട് അത് ബ്രോക്കേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഷെയർസിന്റെ പ്രൈസിനെ ആണെങ്കിൽ കുറച്ചുകൂടെ എക്സസീവ് ആയിരിക്കും. അതായത് അവർ ബ്രോക്കറേജ് ഫീസ് കൂടെ വാങ്ങിക്കും എന്നുള്ളതാണ് കാര്യം. ഇങ്ങനെ ബ്രോക്കർ വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഒന്നാമത്തെ ആളെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ ഫ്രോഡ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കർ മിഡിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഫ്രോഡ് നടത്തി കഴിഞ്ഞാൽ സെബി നോക്കിക്കോളും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ട് നിൽക്കുന്നത്. ബ്രോക്കറായിട്ട് രജിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസും വേറെ ട്രാക്ക് റെക്കോർഡും പല കാര്യങ്ങളും അവിടെ ഉണ്ട്. സെബി പറയാം, ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിനാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മേജർ ഇന്റർമീഡിയറീസ് ആരാന്നുള്ളത്. മേജർ ഇന്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി മാർക്കറ്റിനകത്താണെങ്കിൽ അണ്ടർ റൈറ്റേഴ്സും സെക്കൻഡറി മാർക്കറ്റിനകത്താണെങ്കിൽ ആരുണ്ട്, ബ്രോക്കേഴ്സും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയട്ടെ. അതായത് നിങ്ങളിപ്പോൾ അത് ഞാൻ കുറച്ച് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇപ്പം കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യണം. കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നു, കമ്പനി ആണെങ്കിൽ പബ്ലിക്കിനെ ആണെങ്കിൽ ഷെയർസിന് ആപ്ലിക്കേഷൻ പിടിക്കും. ഷെയർസ് ഞങ്ങൾ ഇതുപോലെ ഫണ്ട് റേസ് ഞങ്ങൾക്ക് ഫണ്ട് ആവശ്യമുണ്ട്, അപ്പം ഞങ്ങൾക്ക് ഇത്രയും ഫണ്ടാണ് ആവശ്യം എന്നുള്ള രീതിയിലാണെങ്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ പബ്ലിക്കിനെ അറിയിക്കുന്നു. ഫസ്റ്റ് പബ്ലിക് ആണെങ്കിൽ കമ്പനിക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള ഫണ്ട് എങ്കിൽ കമ്പനിക്ക് ഇപ്പോൾ 100 കോടിയാണ് വേണമെങ്കിൽ കമ്പനിക്ക് 100 കോടി പബ്ലിക്കിൻ്റെ കയ്യിൽ കിട്ടിയില്ല. അപ്പോൾ കമ്പനിക്ക് ഫണ്ട് ആവശ്യമുണ്ട്, പക്ഷെ കമ്പനിക്ക് എന്തില്ല, ഫണ്ട് കിട്ടിയില്ല. ഫണ്ട് കിട്ടാതിരിക്കുമ്പോഴത്തേനും കമ്പനിക്ക് അതൊരു പ്രശ്നമല്ലേ. അപ്പം എന്ത് ചെയ്യും, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുണ്ടെന്നുള്ള രീതിയിൽ അണ്ടർ റൈറ്റേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം വാങ്ങിക്കുക. അതായത് കമ്പനിക്കാണെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്തോട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് വിചാരിച്ച രീതിയിലുള്ള ഫണ്ട്, കറക്റ്റായിട്ടുള്ള ഫണ്ട് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ആ കമ്പനീനെ ആണെങ്കിൽ എന്ത് ചെയ്ത് ഈ ഫണ്ട് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അത്രയും തൽക്കാലം പറഞ്ഞാൽ അത് ഡീറ്റെയിലായിട്ട് നമുക്ക് ഇന്റർമീഡിയറ്റ്സിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സെക്കൻഡറി മാർക്കറ്റ് അത് ബ്രോക്കേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മിഡിൽ മാൻ ആയിരിക്കും ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. മിഡിൽ മാൻ ബ്രോക്കർ എന്ത് ചെയ്യും, ബയ്യറിനെ സെല്ലറിനെ എന്ത് ചെയ്യും. അതായത് മിഡിൽ മാൻ എന്ന് പറയുന്ന കാര്യം എന്താ, ഇപ്പം ഞാൻ എനിക്കൊരു 100 കോടി ഷെയർ വിൽക്കാനുണ്ട്, വേറൊരുത്തരെ 100 കോടി ഷെയർ വാങ്ങിക്കാനുണ്ട്. അപ്പം നമ്മൾ തമ്മിൽ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ബ്രോക്കർ എന്ത് ചെയ്യും, നോക്കും. ബ്രോക്കർ നോക്കുമ്പോഴത്തേക്കും ബ്രോക്കറിൻ്റെ ആണ് ഈ രണ്ടുപേരും തമ്മിൽ, ബയ്യറിനെ സെല്ലറിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർമീഡിയറി ആണ് ആര്, ബ്രോക്കർ, സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ. ഇവർ നിർബന്ധമായിട്ട് എവിടെ രജിസ്റ്റേർഡ് ആയിരിക്കണം, സെബിയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രൈസ് ആണ്. പ്രൈസ് ആസ് ഗിവൺ ബൈ ദ, പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ, ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് എന്താണ് പറഞ്ഞാൽ ഇവിടെ
അതായത് മേജർ ഇന്റർമീഡിയറി എന്ന് പറഞ്ഞാൽ പ്രൈമറി മാർക്കറ്റിനകത്ത് അണ്ടർറൈറ്റർ എന്ന് പറഞ്ഞു. അണ്ടർറൈറ്റർ എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞത്, കമ്പനി ആണെങ്കിൽ പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫണ്ട് പ്രോപ്പറായിട്ട് കമ്പനിക്ക് കിട്ടുന്നില്ലെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഷെയർസ് എന്ത് ചെയ്യും, അണ്ടർറൈറ്റേഴ്സിന് കൊടുത്തിട്ട് അണ്ടർറൈറ്റേഴ്സ് കമ്പനീനെ ആണെങ്കിൽ ഫണ്ട് കിട്ടാൻ വേണ്ടി ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയെ സഹായിക്കും അണ്ടർറൈറ്റേഴ്സ്. അതിനാണ് ഈ അണ്ടർറൈറ്റേഴ്സിനെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് അണ്ടർറൈറ്റേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ മെർച്ചന്റ് ബാങ്ക് അല്ല ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ, ബ്രോക്കേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണെന്നുള്ളത്. മിഡിൽ മാൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ബയ്യറിനെ സെല്ലറിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആണ് എന്ത് ബ്രോക്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രൈസ് ആണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ആസ് ഗിവൺ ഇൻ ദ ഓഫർ ഡോക്യുമെന്റ് ഓർ റെഡ് ഹയറിംഗ് പ്രോസ്പെക്ടസ്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി ആണെങ്കിൽ ഈ ഷെയർ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി പബ്ലിക്കിനോട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി പറയും ഞങ്ങൾക്ക് ഇത്ര ഷെയർ ഇത്ര രൂപയ്ക്ക് ഇത്ര ഷെയർസ് നമുക്കാണെങ്കിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് പറയത്തില്ലേ, ഇത്ര രൂപയ്ക്ക് ഇത്ര ഷെയർ, അതാണ് ആ ഷെയർസ് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര രൂപയ്ക്കാണെന്നുള്ള വ്യക്തമായിട്ട് ആ പറഞ്ഞിരിക്കുന്ന ഷെയർ ആപ്ലിക്കേഷനകത്ത് പറഞ്ഞിരിക്കും. ഈ പറഞ്ഞിരിക്കുക അതാണ് ഓഫർ ഡോക്യുമെന്റ് അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക്കിനോട് പറയും, പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന ഡോക്യുമെന്റ് ഉണ്ട്, അതായത് IPO എന്ന് പറയുന്ന ഇനിഷ്യൽ ഓഫർ ചെയ്യുന്ന ഡോക്യുമെന്റ് ഉണ്ട്. ഈ ഓഫർ ചെയ്യുന്ന ഡോക്യുമെന്റിനകത്ത് എത്ര ഷെയർസ് എത്ര രൂപയ്ക്കാണ് കമ്പനിക്ക് വേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് പറയും, പ്രൈസ് കാണിക്കും. റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൈസ് കാണിക്കത്തില്ല, അവിടെ റേഞ്ച് കാണിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം 100 തൊട്ട് 120 വരെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഇതിനകത്തായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഷെയർസിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഇത്ര മനസ്സിലായില്ലേ, അതാണ് അതിന്റെ റേഞ്ച് ആയിരിക്കും അവിടെ മെയിനായിട്ട് കാണിക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ് പറയാ, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഓക്കെ, ഫണ്ട് ഗെയിൻഡ് ഫ്രം ദ പ്രൈമറി മാർക്കറ്റ് ബിക്കംസ് ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. കമ്പനി എന്ത് ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കണം. കമ്പനിക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യുന്നത്, ആ കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീൻ്റെ ക്യാപിറ്റൽ കമ്പനിയിൽ ആരാണോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. കമ്പനിക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം, പബ്ലിക്കിന് ഏത് ഫണ്ട് റേസ് ചെയ്യണം. ഈ ഫണ്ട് റേസ് ചെയ്താലേ കൂടുതൽ ക്യാപിറ്റൽ വരത്തുള്ളൂ. അതുകൊണ്ടാണ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്യാപിറ്റൽ കൂടുതലായിട്ട് കമ്പനി കൂടാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ മെയിനായിട്ടാണെങ്കിൽ പ്രൈമറി മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ക്യാപിറ്റൽ കൂട്ടുന്ന ക്യാപിറ്റലാണെങ്കിൽ പല പ്രൊജക്റ്റ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നു. അതിൽ നിന്ന് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ കമ്പനീസിന്റെ ഷെയർസ് ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലാണെങ്കിൽ അവർക്കാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിവിഡൻഡ് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നു. മനസ്സിലായില്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, യൂട്ടിലൈസേഷൻ ഫണ്ട് നമ്മൾ പറഞ്ഞു പ്രൈമറി. സെക്കൻഡറി മാർക്കറ്റ് ഫണ്ട് റിസീവ്ഡ് ഫ്രം ദ സെക്കൻഡറി മാർക്കറ്റ് ബിക്കംസ് ഇൻകം ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് തമ്മിലല്ല ട്രേഡിങ് നടത്തുന്നത്. ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ എന്താ, അവർക്ക് വരുമാനമാണ്. കമ്പനീനെ സംബന്ധിച്ച് എന്താ, കമ്പനിക്ക് ക്യാപിറ്റലാണ്. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, കമ്പനിക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് പൈസ കിട്ടുന്നു. കമ്പനീൻ്റെ വർക്കിങ്ങിന് വേണ്ടി ക്യാപിറ്റലായിട്ടാണ് കമ്പനി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ എന്താണ്, അവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ കമ്പനി അവിടെ ഇല്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എന്താണ്, ഇപ്പോൾ ഇൻകം ആണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ഇതിനകത്ത് എൻ്റെ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിനകത്താണെങ്കിൽ കമ്പനി ഇൻവെസ്റ്ററും ആയിരിക്കും. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റേഴ്സ് തമ്മിലായിരിക്കും. പ്രൈമറി മാർക്കറ്റിനകത്താണെങ്കിൽ ഇന്റർമീഡിയറി ഇല്ല, സെക്കൻഡറി മാർക്കറ്റിനകത്താണെങ്കിൽ ഇന്റർമീഡിയറി ഉണ്ട്. പ്രൈമറി മാർക്കറ്റിനകത്താണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇന്റർമീഡിയറി ഇല്ലാത്തത് കൊണ്ട് അവിടെ കമ്മീഷൻ ഇല്ല. ഓക്കെ, ഇപ്പുറത്താണെങ്കിൽ എന്താണ്, ഇന്റർമീഡിയറി ഉള്ളത് കൊണ്ട് കമ്മീഷൻ ഉണ്ട്, അതായത് കുറച്ചുകൂടെ ചാർജ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സസീവായിട്ട് ഇവർ ചാർജ് ഇൻകേസ് റേസ് ചെയ്ത് കഴിഞ്ഞ് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം, സെബിയിലോട്ട് കംപ്ലൈൻറ്റ് പോകാം. സെബീൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് സെബി എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റേർഡ് ആയിട്ടിരിക്കുകയല്ലേ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അടുത്ത് അഗൈൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ചാപ്റ്റർ ഈ എൻ്റയർ ചാപ്റ്റർ സെക്യൂരിറ്റിയിലോ പഠിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന മെയിനായിട്ട് 2 പേരാണ്. ഒന്ന് RBI, ഈ പറഞ്ഞിരിക്കുന്ന ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് സെബി, സ്റ്റോക്ക് മാർക്കറ്റിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ഈ എൻ്റയർ ചാപ്റ്റർ ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഈ എന്താ പറയുക ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ കാര്യം മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തത് പാർട്ട് ബൈ പാർട്ടായിട്ട് ഇനി വരുന്നതായിരിക്കും അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒരു ഫ്ലോ ഒന്നുകൂടെ പറഞ്ഞുതരാം. മെയിനായിട്ടാണെങ്കിൽ 3 ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് മെയിനായിട്ട് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും.
മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ട്സിന് വേണ്ടിയിട്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ഫണ്ട്സിന് വേണ്ടിയിട്ട്. മണി മാർക്കറ്റ് ആണെങ്കിൽ 1 വർഷം വരെയുള്ള കേസ്, ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ 1 വർഷത്തിനെക്കാട്ടി കൂടുതലുള്ള കേസ്. ഓക്കെ, മണി മാർക്കറ്റിന് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? RBI ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിന് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? സെബി ആണ്. മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റിനും ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു റെഗുലേറ്റർ, അതായത് RBIയും സെബിയും കൂടെ ഒന്നിച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം നടത്താൻ പറ്റത്തുള്ളൂ. പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ സിസ്റ്റം അവിടെ നടത്തണമെങ്കിൽ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ആണെങ്കിൽ കൺട്രോൾ ചെയ്യാനും ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ആണെങ്കിൽ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ആര് വേണം? റെഗുലേറ്ററി അതോറിറ്റീസ് വേണം. അതിനെ നമ്മൾ അതാരൊക്കെയാണ്? RBIയും സെബിയും ആണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്തുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ഇടുക, ഞാൻ കാണുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.